ഒന്ന് തുമ്മിയാൽ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ചിരിച്ചാൽ അപ്പം മൂത്രം പോയി ഡോക്ടറെ, ഒരു രക്ഷയില്ല എന്ന് പറയുന്ന ഒരുപാട് പേര് നമുക്കറിയാം അല്ലേ? എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒന്ന് കുനിഞ്ഞാൽ മതി, അപ്പോഴേക്കും മൂത്രം അറിയാണ്ട് പോയി പോവാണ്. അല്ലെങ്കിൽ മൂത്രമൊഴിച്ചിപ്പോൾ വന്നിട്ടേ ഉള്ളൂ, പക്ഷെ അപ്പോഴേക്കും വീണ്ടും മൂത്രം പോകുന്ന ഒരു സാഹചര്യമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് ഞാൻ രാത്രി വെള്ളം കുടിക്കാണ്ടിരിക്കാൻ നോക്കി, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന മാക്സിമം കുറയ്ക്കാൻ നോക്കി. പല രീതിയിലുള്ള പല പോംവഴികൾ ആളുകൾ പറഞ്ഞു തന്നതിനനുസരിച്ച് ഞാൻ ചെയ്തു നോക്കി. എന്നിട്ടൊന്നും ഒരു മാറ്റമില്ല. ഒരു സദസ്സിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. യാത്ര ചെയ്യുമ്പോഴൊക്കെ ബസ് ഒന്ന് കുലുങ്ങിയാൽ അല്ലെങ്കിൽ വണ്ടി ഒന്ന് ചാടിയാൽ അപ്പോഴേക്കും മൂത്രം പോകുന്ന സാഹചര്യമാണ് എന്ന് പറയുന്ന പല സ്ത്രീകളും അതുപോലെ പുരുഷന്മാരും നമ്മൾക്കിടയിലുണ്ട്. അപ്പം ഈ ബുദ്ധിമുട്ട് എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കാൻ പറ്റുക? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്? ഈ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയൊക്കെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പോൾ ഈ മൂത്രത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ചില ആളുകൾ പറയാറുണ്ട്, രാത്രി എന്താണെന്നറിയില്ല, ഉറക്കം വരുന്നില്ല, ഉറക്കം വന്നാൽ തന്നെ 2-3 തവണയൊക്കെ മൂത്രമൊഴിക്കേണ്ടി വരിക, അതുപോലെ ആ ഒരു ഉറക്കം ഇല്ലാണ്ടായി പോകുന്നൊരു സാഹചര്യം വരാറുണ്ട് എന്നുള്ളത്. അപ്പോൾ ശരിക്കും രാത്രി നമ്മൾ കിടന്നു കഴിഞ്ഞാൽ എത്ര തവണയാണ് മൂത്രം ഒഴിക്കേണ്ടത് എന്നുള്ളത് പല ആളുകളും വന്ന് ചോദിക്കാറുണ്ട്. അവരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരിക്കലും എന്തായാലും മൂത്രമൊഴിക്കാൻ എണീക്കുന്നത് ഓക്കെയാണ്, അത് ഹെൽത്തിയാണ്. കാരണം നിങ്ങൾ ആ ബ്ലാഡറിനാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടാനും അത് നല്ല ഹെൽത്തിയാണ്. പക്ഷേ 2 തവണയിൽ കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മെഡിക്കലി അതിനെ നമ്മൾ നൊക്ടൂറിയ എന്നാണ് പറയുക. അതായത് ഉറക്കത്തിൻ്റെ ഇടയിൽ വീണ്ടും വീണ്ടും നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് സിഗ്നൽ തരികയാണ്, നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്, എണീറ്റോ സുഖമായിട്ട് ഉറങ്ങണ്ട എന്നുള്ളത് നമ്മുടെ ബോഡി നമുക്ക് സിഗ്നൽ തരികയാണ്. അപ്പോൾ ഈ നൊക്ടൂറിയ എന്ന് പറയുന്നത് പല സാഹചര്യങ്ങളിലും പല കാരണങ്ങളാണ് ഉണ്ടാവാറുണ്ട്. സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും ഉണ്ടാവാം, പല കാരണങ്ങളാണ്. ഇപ്പോൾ ഇതിൽ എപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വറീഡ് ആവേണ്ടതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഉണ്ട്. ഇതൊരു 3-4 തവണയിൽ കൂടുതൽ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ ഉറക്കം കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു മൂത്രം ഒഴിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഉള്ള ഒരാളാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഷുഗർ വന്നു കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തത് രാത്രി മൂത്രമൊഴിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഇടയിൽ 2-3 തവണ എൻ്റെ ഉറക്കം കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ മൂത്രമൊഴിക്കേണ്ടി വന്നു എന്ന് പറയുന്നത് പലപ്പോഴും ആദ്യം തന്നെ നമ്മൾ കാണുന്നൊരു സിംറ്റമാണ്. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സ് ഭയങ്കരമായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു അവസ്ഥ അവരിൽ കണ്ടിട്ടുണ്ട്. അതേപോലെ പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ പ്രോസ്ട്രേറ്റ് എൻലാർജ്മെൻറ്റ്, അതായത് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥി കൂടുതലായിട്ട് വലുതാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി കൂടാനുള്ള ചാൻസ്, അത് രാത്രി മാത്രമല്ല കേട്ടോ, പകൽ പോലും അവർക്ക് ബാത്റൂമിലേക്ക് എത്തുന്നതിന് മുന്നേ ഒറ്റിപ്പോയി ഡോക്ടറെ, അല്ലെങ്കിൽ എനിക്ക് കൺട്രോൾ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്, ആകെ ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് ഇല്ല അങ്ങോട്ടേക്ക് എത്താൻ, അത്ര പോലും എനിക്ക് പിടിച്ചു വെക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന പല ആളുകളുണ്ട്. അതേപോലെ തന്നെ പറയുന്ന കേസാണ് ഹാർട്ട് ഡിസീസ് ഉള്ള ആളുകൾ. അതായത് ഇപ്പോൾ ഹൃദയരോഗങ്ങളുള്ള ആളുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില ആളുകൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുപാട് നേരം നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ അവരുടെ കാലൊക്കെ ഭയങ്കര തടിച്ച് വീർത്ത് നിൽക്കുന്നുണ്ടാവും. കാരണം അവിടെ നീര് വന്ന് കിടക്കുകയാണ്. അപ്പം ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് അല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ പൂളിംഗ് ഓഫ് ബ്ലഡ്, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ബോഡിയിൽ കറക്റ്റ് ആവില്ല, വെള്ളം എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിലാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് അല്ലാണ്ടാകുമ്പോഴും അവർക്ക് ഈ രാത്രി മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി കൂടാനുള്ള ചാൻസസ് ഉണ്ട്. സ്ത്രീകളിൽ മറ്റ് കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പം ചില കേസുകളിൽ പ്രൊലാപ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ഗർഭപാത്രം താഴത്തേക്ക് വരികയാണ് എന്നുള്ള അവസ്ഥ വരാറുണ്ട്. ഒരുപാട് പ്രഗ്നൻസീസും ഡെലിവറീസും കഴിഞ്ഞ ആളുകളിൽ, പ്രസവം കഴിഞ്ഞ ആളുകളിൽ ഇത് താഴത്തേക്ക് ഊർന്നു വരികയാണ് എന്നുള്ള സാഹചര്യം വരാറുണ്ട്. അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡികളിലാണെങ്കിൽ, സ്ത്രീകളിലാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പം ഇത് നോർമലാണോ അബ്നോർമലാണോ? ഇപ്പോൾ പ്രഗ്നൻസിൻ്റെ കേസ് എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ആ ഒരു മൂത്രസഞ്ചിയോട് ചേർന്നിട്ടാണ് അവരുടെ യൂട്രസ് നിൽക്കുന്നത്, അവരുടെ ഗർഭപാത്രം നിൽക്കുന്നത്. അപ്പം ഈ ഒരു കുട്ടി ഇതിൻ്റെ അകത്ത് വളരുന്നതിനനുസരിച്ച് ഈ ഒരു ഗർഭപാത്രം എന്ന് പറയുന്നത് അവരുടെ മൂത്രസഞ്ചിയിലേക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുന്നുണ്ട്. ഈ പ്രഷർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നത് നോർമലാണ്. പക്ഷെ അല്ലാത്ത കേസിൽ അതേപോലെ ഈ ഒരു പ്രഗ്നൻ്റ് അല്ലാത്ത കേസാണ്, നിങ്ങൾക്ക് മെനോപോസ് ആയിട്ടുണ്ട്, പീരിയഡ്സ് അല്ല,
എങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പലർക്കും സിസ്റ്റർ സീൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരാറുണ്ട്. അതായത് ഈ ഒരു മൂത്രസഞ്ചി താഴത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലും ചില ആളുകൾക്ക് ഒന്നെങ്കിൽ മൂത്രം പറ്റേ ഇല്ലാണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ മൂത്രം ചിലപ്പം ഇരിക്കുമ്പോൾ മൂത്രം ഒഴിക്കാൻ കഴിയില്ല, പക്ഷെ ഞാൻ നിൽക്കുന്നതോട് കൂടെ എൻ്റെ കാലുമിലൂടെ മൊത്തം മൂത്രം ഒഴിച്ചു പോവുകയാണ്, എനിക്കതിൽ കൺട്രോൾ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അത്തരം കേസസും നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ കേസസ് എന്ന് പറയുമ്പം പലപ്പോഴായിട്ട് ഇതിന് മെഡിക്കേഷൻസ് ആവശ്യം വരാറുണ്ട്. നമുക്കത് മെഡിക്കേഷനോട് കൂടെ നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, രാത്രി നിങ്ങൾ വെള്ളം കുടിക്കുന്നത് എപ്പോഴും ഒരു 2-3 മണിക്കൂറിന് മുന്നേ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ചിലരുണ്ട്, ഞാൻ ഉറങ്ങാൻ പോവാണ്, എൻ്റെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവരുതല്ലോ, വെള്ളം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവരുതല്ലോ, മൂത്രച്ചൂട് ചില പേഷ്യൻസ് എന്നോട് പറയാറുണ്ട്, ഡോക്ടർ 2 മണിക്കൂർ കൂടുമ്പോൾ ഞാൻ വെള്ളം കുടിച്ചിട്ടില്ല എന്നാണെങ്കിൽ അപ്പോൾ മൂത്രച്ചൂട് വരും. അതുകൊണ്ട് ഞാൻ രാത്രി നല്ലോണം വെള്ളം കുടിച്ചു, കാരണം പിന്നെ രാവിലെയല്ലേ എണീക്കുള്ളൂ വിചാരിച്ചിട്ട് നല്ലോണം വെള്ളം കുടിച്ചിട്ടേ കിടക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കേണ്ട സാഹചര്യമാണ് എന്ന് പറയാറുണ്ട്. അപ്പം നിങ്ങളെപ്പോഴും 2 to 3 hours, ഒരു 2-3 മണിക്കൂർ മുന്നേ വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ നിങ്ങൾ ദാഹിക്കുന്നതിന് വേണ്ടി മാത്രം, അത് ഒരു മുറുക്ക് അല്ലെങ്കിൽ ഒരു കവിള് മാത്രം നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഒരു ദാഹശമനത്തിന് വേണ്ടി മാത്രം നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട്, നിങ്ങളുടെ വായയുടെ ആ ഒരു ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് കുടിക്കുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ പറയാനുള്ളതാണ് വ്യായാമം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നേരത്തെ കാരണങ്ങളിൽ പറയാൻ വിട്ടുപോയൊരു കാരണമുണ്ട്. അതായത് നിങ്ങൾ ഉറക്കത്തിൻ്റെ ഇടയിൽ സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. അതായത് നിങ്ങൾ ഉറക്കത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ശ്വാസം കിട്ടാണ്ട് ചില ആളുകളുണ്ട് കഴുത്തിനൊക്കെ പിടിച്ചിട്ടാണ് എണീക്കുക. അതായത് അത്രയും അവർ പേടിച്ച് ഞാൻ മരിക്കാൻ പോയോ എന്നുള്ള ആ ഒരു പേടിയിലും ഭീതിയിലുമാണ് അവർ എണീക്കുക. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അത് പലപ്പോഴും എക്സസൈസിൻ്റെ കുറവ് കാരണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അമിതവണ്ണമുള്ള ഒരാളിലൊക്കെ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാറുണ്ട്. സ്ലീപ്പ് ആപ്നിയ അല്ലെങ്കിൽ ഉറക്കത്തിലൊക്കെ ഇഷ്യൂസ് വരുന്ന ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം ആളുകളിലും ഈ പറയുന്ന മൂത്രത്തിൻ്റെ ഇഷ്യൂസ് കണ്ടുവരാറുണ്ട്. അപ്പം എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. മിനിമം നിങ്ങൾ ഒരു ദിവസം 15 മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിച്ച് എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ പറയാനുള്ളതാണ്, ഇപ്പം കാലിൽ നീർക്കെട്ടുകളുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഹൃദ്രോഗങ്ങളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കാലെപ്പോഴും പൊക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് കുറച്ച് നേരം നിങ്ങളിപ്പം കിടന്നിട്ട്, ഇപ്പം ഇത് ചുമരാണെന്നുണ്ടെങ്കിൽ കിടന്നുകൊണ്ട് നിങ്ങളുടെ കാലിങ്ങനെ മേലോട്ട് പൊക്കി വെക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു തലയണയുടെ തലയ്ക്ക് താഴെ നിങ്ങൾ എത്ര തലയണാണോ വെക്കുന്നത്, അല്ലെങ്കിൽ എത്ര ഹൈറ്റിലാണോ തലയണ വെക്കുന്നത്, അതിൻ്റെ ഡബിൾ ഹൈറ്റിൽ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തേക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് കെട്ടിക്കിടക്കുന്നത് ഇല്ലാണ്ടാക്കി തിരിച്ച് ബോഡിയിലേക്ക്, അത് ഹാർട്ടിലേക്ക് അത് കൊണ്ടുപോകാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ വെരിക്കോസ് വെയിനുള്ള ആളുകളിലൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരു നീർക്കെട്ട് പ്രശ്നങ്ങളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്രഷൻ സോക്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്താനുള്ള ചാൻസസ് കൂടുതലാണ്. ഇതിൻ്റെ കൂടെ പ്രത്യേകമായിട്ട് പറയാനുള്ളതാണ്, അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഒരുപോലെ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് കീഗിൾസ് എക്സസൈസ് എന്നുള്ളത്. പലപ്പോഴായിട്ട് ഇപ്പം നമ്മൾ പല കേസുകളിൽ, ഇപ്പം ഉദാഹരണക്കുറവിൻ്റെ കേസാണെങ്കിലും സമയക്കുറവിൻ്റെ കേസാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് രോഗത്തിൻ്റെ കേസിൽ നമ്മൾ കീഗിൾസ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പാടാണ് ഡോക്ടർ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന ഡയലോഗാണ് നമ്മൾ എപ്പോഴും പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടാറുള്ളത്. പക്ഷെ അതത്ര വലിയ പണിയുള്ള കാര്യമല്ല. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസാണ്. അതായത് ഇപ്പം നിങ്ങൾ മൂത്രം ഒഴിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെൽവിക് ഏരിയയിലേക്കുള്ള, ആ ഒരു ഇടുപ്പ് ഏരിയയിലേക്കുള്ള മസിൽസിനെ നിങ്ങളൊന്ന് ശ്രദ്ധ കൊടുത്തു നോക്കുക. അതായത് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വയറിൻ്റെ മസിൽ നിങ്ങൾ ഉള്ളിലേക്ക് വലിക്കാൻ പറഞ്ഞാൽ, നിങ്ങളോട് ഉള്ളിലേക്ക് വലിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ആ ഒരു മസിലിനെ ഉള്ളിലേക്ക് വലിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ നിങ്ങളുടെ ശ്വാസത്തിനെ നിങ്ങളൊന്ന് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ ഈ ഒരു ഇടുപ്പ് മസിലിലേക്ക് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള മസിൽസിനെ നിങ്ങൾ ഉള്ളിലേക്ക് വലിക്കുകയാണെന്നുള്ളത് സപ്പോസ് നിങ്ങൾ മനസ്സിലൊന്ന് വിചാരിച്ച് നോക്കുക. ഇനി ഇത് മനസ്സിലായിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിലാണ് പിന്നെ നമ്മൾ പറയാറുള്ളത്, മൂത്രം ഒഴിക്കുന്ന സമയത്ത് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒഴിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മസിലിനെ അവിടെ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ബ്രെത്തും നിങ്ങളുടെ ഒരു മസിലിനെ അവിടെ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുന്നുണ്ട്. അതെന്താണ് എന്ന് മനസ്സിലാക്കുക. മൂത്രം കംപ്ലീറ്റ് ഒഴിച്ച് കളഞ്ഞതിന് ശേഷം, വീണ്ടും പറയാണ്, ഇതല്ല എക്സസൈസ്, മൂത്രം കംപ്ലീറ്റ് ഒഴിച്ച് കളഞ്ഞതിന് ശേഷം നിങ്ങൾ റൂമിൽ വന്ന്
കിടന്നിട്ടോ ഇരുന്നിട്ടോ നടന്നിട്ടോ എങ്ങനെയോ ആണെങ്കിലും ഈ ഒരു മസിലിനെ നിങ്ങൾ വീണ്ടും എങ്ങനെയാണോ അവിടെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചത് അതേ രീതിയിലേക്ക് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. എപ്പോഴും ആളുകൾക്കൊരു തെറ്റിദ്ധാരണയാണ്, മൂത്രം ഒഴിക്കുന്ന സമയത്ത് പിടിച്ചു വെക്കുന്ന എക്സസൈസ് അല്ലേ ഡോക്ടറെ, അത് ഭയങ്കര പെയിൻഫുൾ ആണ്. അതല്ല എക്സസൈസ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു മസിലിനെ പിടിച്ച് വെക്കേണ്ടത് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളോട് ആ എക്സസൈസ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നിങ്ങളിപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിലും ഇപ്പം നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിലാണെങ്കിലും ഇപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങൾ ആ ഒരു മസിലിന് ഉള്ളിലേക്ക് ഒരു എന്താ പറയുക, ഒരു കൊടേനെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഫീലിംഗ് തന്നെയായിരിക്കും. നിങ്ങളത് ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുകയാണ്. ആ വലിച്ചു പിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 3 seconds അത് ഹോൾഡ് ചെയ്യുക. അത് വലിച്ചു പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, വീണ്ടും വലിച്ചു പിടിക്കുക, വീണ്ടും റിലാക്സ് ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 തവണ, അതായത് 10 തവണ ചെയ്യുക, റെസ്റ്റ് എടുക്കുക, വീണ്ടും 10 തവണ ചെയ്യുക, വീണ്ടും റെസ്റ്റ് എടുക്കുക, വീണ്ടും 10 തവണ, ഇങ്ങനെ 3 സെറ്റായിട്ട് 10 റിപ്പീറ്റ്സ് 3 സെറ്റായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താം. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ആ ഒരു ഭാഗത്തെ മസിൽസിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാനും നിങ്ങൾക്കിപ്പം മൂത്രത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു മസിലാണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത് 3 സെക്കൻഡ് എന്നുള്ളത് പിന്നീട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, 30 തവണ ഒരു വേദന ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണെങ്കിൽ പിന്നീട് അത് 5 സെക്കൻഡ് ആക്കുക, 10 സെക്കൻഡ് ആക്കുക, 15 സെക്കൻഡ് ആക്കുക, അങ്ങനെ ടൈം കൂട്ടി കൊണ്ടുവരാം. ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇത് ഭയങ്കര എളുപ്പമാണല്ലോ, ഇത്ര പണിയൊന്നും ഇല്ലല്ലോ, ഞാൻ നല്ല ടൈം കൂട്ടി ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ജിമ്മിൽ കയറിയിട്ട് ആവേശം കാണിച്ച് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു പെയിൻ ഉണ്ടല്ലോ പിറ്റത്തെ ദിവസം, അതേ അവസ്ഥ ഇവിടെ വരും. അപ്പം മൂത്രം ഒഴിക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. പതിയെ തുടങ്ങുക, ടൈം കുറച്ച് കൂട്ടി കൊണ്ടുവരാം. ഒറ്റയടിക്ക് ഡ്രാസ്റ്റിക് ചേഞ്ച് കൊണ്ടുവരാതിരിക്കുക. അതേപോലെ തന്നെ പറയാനുള്ളത്, ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇപ്പം ശാരീരികമായിട്ട് മാനസികമായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ചില ആളുകളുണ്ട് മൂത്രമൊഴിക്കാൻ മുട്ടുന്നത് അല്ലെങ്കിൽ ആ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം എന്നുള്ള സാഹചര്യം വരുന്നതുകൊണ്ട് തന്നെ തീരെ ഉറക്കം ശരിയാവാത്ത സാഹചര്യം, അല്ലെങ്കിൽ പകലാണെങ്കിൽ ഭയങ്കര ദേഷ്യവും ഇറിറ്റബിലിറ്റി, ഒരു സാധനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടൊരു ഡോക്ടറെ കാണിക്കേണ്ടതുണ്ട്. കാരണം നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തരുന്ന ഒരു വാർണിംഗ് സൈനാണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് അത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ബോഡി നിങ്ങൾക്ക് തരുന്ന ഒരു വാർണിംഗ് സൈനാണ്. സോ എപ്പോഴും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കോംപ്രമൈസ്ഡ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിരിക്കാൻ പറ്റുന്നില്ല, കളിക്കാൻ പറ്റുന്നില്ല, മാക്സിമം വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കാണിക്കണം. എന്തുകൊണ്ടാണ് എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. സോ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.